നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഇപ്പൊ ഉടനെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ കാണുന്നത് എന്താച്ചാ, നിങ്ങളുടെ അടുക്കെ കുറെ പേര് ഒരു ഹാപ്പി ഔട്ട്കം ആണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി, ഒരു പേഴ്സന്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ്, മാരേജ്, കരിയറിലെ ഒരു നല്ല ഔട്ട്കം, ഇതൊക്കെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താ വെച്ചാ ചിലവർക്ക് ഒരു ബ്ലോക്ക് വന്നിരിക്കണു. അപ്പോ കമന്റ്സിലും ഞാൻ കാണാറുണ്ട്, കുറെ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, അത് നിങ്ങൾ പറഞ്ഞു ഇത് ഉണ്ടാവും, ഇത് ഉണ്ടായിട്ടില്ല, ഞാൻ കുറെ സമയമായിട്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇത് വന്നിട്ടില്ല. അപ്പോ ഈ ബ്ലോക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ? ഈ ബ്ലോക്ക് നിങ്ങളുടെ ഡൗട്ടാണ്. നിങ്ങൾ ഒരു സിറ്റുവേഷനിലെ കൂടുതൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അത്രയും നിങ്ങൾ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യരുത്. അതിന്റെ മുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യണേ. അതിന്റെ മുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലും ഡൗട്ട്സ് വരണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മാതിരി ആയിരിക്കില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരിക. അത് ആ സമയത്ത് വരും, പക്ഷെ നിങ്ങൾക്ക് ആ ഫെയ്ത്ത് ഉണ്ടാവണം. ആ ഫെയ്ത്ത് ഉണ്ടാവില്ല വെച്ചാൽ മാനിഫെസ്റ്റേഷൻസ് അത്രയും ഡിലേ ആവും. അപ്പോ ഉടനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ട്രിക്കാണ്. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യുക, ഫെയ്ത്ത് വെക്കുക, അത് ഉണ്ടായി കഴിഞ്ഞു എന്ന് അങ്ങനെ ബിലീഫ് വെക്കുക. ഇല്ല വെച്ചാൽ അത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ഒരു ബിലീഫ് വെക്കുമ്പോൾ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ആൻഡ് വേഗം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും. ഞാനിത് ഒരു സൈൻ ആയിട്ടാണ് കാണുന്നത്. ഈ കാർഡ് യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഹിന്റ് തരണു. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഇപ്പോ അടുത്താണ്, അത്ര സമയം എടുക്കില്ല നിങ്ങളുടെ ലൈഫിൽ വരാൻ. പക്ഷെ ഈ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അത് ആ ബ്ലോക്ക് കൂടി മാറ്റിയ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരും. അപ്പോ ഇതാണ് നിങ്ങളുടെ എക്സാക്ട് സിറ്റുവേഷൻ. കമന്റ്സിൽ യെസ് എന്ന് എഴുതുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന. അതുവരെ ടേക്ക് കെയർ.